അപർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു. അടുത്ത മലയാളത്തില് കിഷ്കിന്ധാ കാണ്ഡം, അതിനു മുമ്പ് ദേശീയ അവാർഡ് നേടുന്നു. അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അപർണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രതിബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുണ്ടോ? ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പോൾ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവും. ഇപ്പൊ കിഷ്കിന്ധാ കാണ്ഡം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ധാ കമ്മിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത്.